ശരിക്കും രോമാഞ്ചം ചെയ്യുമ്പോൾ വിചാരിച്ചിരുന്നു അതിന്റെ ട്രെയിലറിൽ പോലും വരാൻ പോകുന്ന ഡയലോഗ് ആണെന്നുള്ളത്. ട്രെയിലറിൽ വരുന്ന വിചാരിച്ചില്ലായിരുന്നു. എന്താ വെച്ചാല് അത് എൻ്റെ അടുത്ത് പറഞ്ഞ അത് അങ്ങനെ സർപ്രൈസ് പോലെ വരണം, ആൾക്കാർ പ്രതീക്ഷിക്കാത്. ഞാൻ വിചാരിച്ചു ട്രെയിലറിൽ വന്ന് ഇത് എങ്ങനെ സിനിമയിൽ വർക്കാവുമോ, ആ സാധനം ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഞങ്ങള് ഏതൊരു നീല വിളിച്ചാന്ന് തോന്നുന്നു ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഗിരീഷ് ചേട്ടനാണല്ലോ കോ പ്രൊഡ്യൂസർ ആയിരുന്നല്ലോ, ഗിരീഷ് ഗംഗാധരൻ. അപ്പൊ ഗിരീഷ് ചേട്ടൻ ട്രെയിലർ കാണിച്ചു തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഈ സാധനം അതിലുണ്ട്. ഞാൻ പറഞ്ഞു ഇത് എന്തിനും ട്രെയിലറിൽ വെച്ചു എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് അജ്മൽ സാബുവാണ്. പക്ഷെ എന്നിട്ട് തിയേറ്ററിൽ വർക്കായി എന്നുള്ളത് അതെനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷെ അത് സന്തോഷം. ചിലത് സിനിമയെ കുറിച്ചുള്ള ജഡ്ജ്മെന്റ് ആണ്. നമുക്ക് സിനിമയില് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് കുറെ മനസ്സിലാവുള്ളൂ. അല്ലാതെ ഇപ്പോഴും എനിക്ക് തോന്നാറുണ്ട് നമ്മൾ വിചാരിക്കുന്ന രീതിയിലായിരിക്കില്ല പടം, ഓഡിയൻസിന്റെ അത് മനസ്സിലാവുന്ന ആൾക്കാർ സിനിമയിൽ ഉണ്ട്. അപ്പൊ നമ്മളത് പഠിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയാൻ പറ്റും. പിന്നെ അതിൽ നിന്ന് തന്നെ ആയിരിക്കും അല്ലെ ആവേശത്തിലേക്കുള്ള രോമാഞ്ചം. അത് ജിത്തു തന്നെ വിളിച്ച. പക്ഷെ ഇപ്പൊ ജിത്തുവിന്റെ ആ പടം, ഫഹദിന്റെ പടം ഓണായി എന്ന് കേട്ടു. പക്ഷെ അതില് പെണ്ണുങ്ങൾ ആരും ഇല്ല എന്നാണ് കേട്ടത്. പിന്നെ ഞാൻ ജിത്തു എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജിത്തു വിളിക്കുമായിരിക്കും എന്നുള്ളൊരു സാധനം. പക്ഷെ ഞാൻ പ്രതീക്ഷിക്കില്ല. എന്താ വെച്ചാൽ there are no women characters എന്നുള്ളതാണ് ഞാൻ കേട്ടത്. അപ്പം ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു. മറ്റേ രോമാഞ്ചം ഇറങ്ങുന്നതിൻ്റെ രണ്ടാഴ്ച മുന്നേ ജിത്തു വിളിച്ചിട്ട് പറയണ ആവേശത്തിൻ്റെ കഥ. ഞാൻ അങ്ങനത്തെ ഒരു സ്പേസ് ആയിരുന്നു. പക്ഷെ എനിക്കത് ഭയങ്കര ഹോപ്പ്ഫുൾ ആയിരുന്നു. ആ സമയത്തൊക്കെ ഇച്ചിരി എന്താ പറയുക, ഒരു ഫ്ലോ ഉണ്ടാകുന്നുണ്ട്. ഇപ്പം സിനിമയിൽ നമ്മൾ വന്ന് ഒരു സിനിമ കഴിഞ്ഞ് അടുത്ത സിനിമയിൽ ഇപ്പം നമ്മൾ ഫ്ലോയോടെ ഒരു സിനിമ ചെയ്യുന്നു, അടുത്ത സിനിമ ചെയ്യുന്നു. ആ ഫ്ലോ കട്ടാണ് ഇടയ്ക്കിടയ്ക്ക്. അപ്പം കുറേ മാസങ്ങൾ നമ്മളിങ്ങനെ ഇനി പരിപാടി നിർത്താം, ഇനി അപ്പം ഇത് തന്നെ ചെയ്യണോ എന്ന് വെച്ചാൽ എനിക്കൊരു PhD ചെയ്യാനുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് പുറത്തു പോയി ചെയ്യണം തിയേറ്ററിൽ. എനിക്ക് അക്കാഡമിക്സ് എനിക്ക് ഇഷ്ടമായിരുന്നു, അക്കാഡമിക്കലി പോവാൻ. അപ്പോൾ ഞാൻ അത് പിടിക്കാം എന്നാൽ ശരി വീണ്ടും ഇരുന്ന് ഈ ആപ്ലിക്കേഷൻ തന്നെ ഭയങ്കര സ്ട്രെയിനേഴ്സ് ആണല്ലോ. അങ്ങനെ പോയിരിക്കാൻ നോക്കുമ്പോഴത്തേക്കാണ് ഈ പരിപാടിയൊക്കെ വരും. പിന്നെ ഇതിലോട്ടാവും എനിക്ക് തോന്നുന്നു ഈ ഒരു വർഷം, കഴിഞ്ഞ 1.5 വർഷമായിട്ടാണ് ഒരു ഫ്ലോ ഉണ്ടായത്. മീൻസ് വേറെ ചിന്തിക്കാൻ പറ്റാത്ത ഒരു സ്പേസിലോട്ട് പോകുന്നത്. ഈ ആവേശത്തിലെ ഷൂട്ട് ഒറ്റ ദിവസം കൊണ്ട് തീർത്തോ അതോ 7 ദിവസം ഉണ്ടായിരുന്നു. മീൻസ് രാത്രിയാണല്ലോ. അപ്പം കണ്ട ചെറിയ സീക്വൻസ്. ആ സീനിൽ എത്ര പേരുണ്ട് എന്താ വെച്ചാൽ ജൂനിയർ ആർട്ടിസ്റ്റ് ചേട്ടന്മാർ 75 പേരെന്തോ ഉണ്ട്. അപ്പൊ ഇവരെയൊക്കെ പ്ലേസ് ചെയ്ത് ഒരുപാട് ടേക്ക് പോയ സീനാണ്. പക്ഷെ ഭയങ്കര ആ ഒരുമിച്ച് അത്രയും ലെങ്ത് ഉള്ളത് പറയുന്നതൊക്കെ എങ്ങനെയാ അത് പ്രാക്ടീസ് ചെയ്തത്? ടേക്ക് പോയിട്ടില്ല അധികം. ടേക്ക് എന്താ വെച്ചാല് ഇപ്പൊ സജ്ജനാണെങ്കിലും എല്ലാവരും നല്ല ഇവന്റ് ഹിപ്സ്റ്റർ, മിഥുൻ, റോഷൻ എല്ലാവരും നല്ല ആക്ടേഴ്സാണ്. അപ്പൊ നമുക്ക് ടേക്ക് അധികം പോകേണ്ടി വന്നിട്ടില്ല. ഇത് ആ ഒരു സാധനം എടുക്കുമ്പോൾ കുറെ ഇൻസേർട്സ് എടുക്കണം, എല്ലാവരുടെയും എത്ര കൗണ്ടർ. അപ്പൊ ഒരേ സാധനത്തിന്റെ എല്ലാവരുടെയും പരിപാടി എടുക്കണം. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ആ പുറകിലത്തെ ചേട്ടന്മാരുടെ മുഖത്ത് പോലും നല്ല രസമായിട്ടാണ് അവര് ഈ എല്ലാവരും അഭിനയിച്ചിരിക്കുന്നത്, ഈ രംഗണ്ണൻ ഗ്യാങ്. അപ്പം അത്രയും ഡീറ്റെയിലിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് സമയം സ്വാഭാവികമായിട്ട് എടുക്കും. അപ്പൊ എനിക്ക് ആ മേജർ സീക്വൻസ് 3 ദിവസത്തിൽ ഷൂട്ട് ചെയ്തു. പിന്നെ പോയിട്ട് വരുന്നതും മറ്റേതൊക്കെ അവർക്ക് പ്ലാൻ ചെയ്യണമല്ലോ. അതൊരു അങ്ങനെ എന്താ പറയുക, ഒരു ടോട്ടലി ഒരു 4 ദിവസം കൂടെ എക്സ്ട്രാ ചെയ്തു. അപ്പൊ അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ആവേശത്തില് ഫഹദ് ഫാസിലിനോടൊപ്പം ഉള്ള ഒരു കോമ്പിനേഷൻ സീന് അത്രയും നല്ലൊരു സീൻ വരുന്നുണ്ട്. അതുപോലെ ഇപ്പം ഈ സിനിമയിൽ നോക്കിയാൽ നസ്രിയയോടൊപ്പം വരുന്നുണ്ട്. രണ്ടുപേരുടെ ഒപ്പം അഭിനയിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എന്താണ് അവരെ പറ്റിയുള്ള അവരുടെ അഭിനയം കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു എക്സ്പീരിയൻസ് എന്താണ്? ഫഹദ് ഭയങ്കര സൈലന്റ് ആണ്. നസ്രിയ വരുന്നത് നമ്മൾ അറിയും, ഫഹദ് വരുന്നത് നമ്മൾ അറിയേയില്ല. അങ്ങനത്തെ ഒരു ഫഹദ് പെർഫോം ചെയ്യുമ്പോഴായിരിക്കും നമ്മള് എന്താ പറയാ നമ്മള് ഓക്കെ. അല്ലെങ്കിൽ ഫഹദ് ഇരിക്കും, ഫോൺ നോക്കും. പിന്നെ നമ്മൾ വരും, നമ്മളുടെ അടുത്ത് എല്ലാവരും സംസാരിക്കുമെന്ന്. പക്ഷെ ഭയങ്കര കംഫർട്ടബിൾ ആണ് ഫഹദ്. മീൻസ് ഇങ്ങനെ
മറ്റേ സ്റ്റാർ പരിപാടിയൊന്നും പിടിക്കാത്ത, പക്ഷെ ഞാനിവിടെ നിന്ന് ഇരുന്നോട്ടെ, അങ്ങനത്തെ ഒരു ഇതാണ്. അല്ലാതെ എനിക്കത് മനസ്സിലാവും. ബിക്കോസ് എനിക്കൊക്കെ അങ്ങനെ ഒരു പുതിയൊരു സെറ്റിലോട്ട് പോയാലൊക്കെ ഞാൻ അതിനെ എൻ്റെ അടുത്ത് ആരും മിണ്ടണ്ട, കുഴപ്പമില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം, ആ ഒരു. അപ്പം എനിക്ക് തോന്നുന്നു അതൊരു ജാട പരിപാടിയൊന്നും അല്ല, അത് ഭയങ്കര വേറെ തന്നെ ഒരു കഥാപാത്രം. അപ്പം നസ്രിയ പക്ഷെ അങ്ങനെയല്ല. നസ്രിയക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്ക് ഒരു കോൺവെർസേഷൻ ഡ്രൈവ് ചെയ്യാൻ പറ്റും, നമ്മളാരും സംസാരിക്കാം. പക്ഷെ നമുക്കത് രസമാണ്. നമുക്ക് പോയി ഇരുന്ന് ഇവളുടെ വർത്താനം കേട്ട് നമുക്ക് കുറേ നേരം ചിരിക്കുക, നമ്മൾ ഭയങ്കര ഹാപ്പിയാവും.